പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, തിരുവനന്തപുരത്തും കണ്ണൂരും കോട്ടയത്തുമൊക്കെ ഈ സമരാനുകൂലികൾ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ എന്താണ് സാഹചര്യം? അഭിലാഷ്, പത്തനംതിട്ടയിലും സമാനമായ രീതിയിൽ തന്നെയാണ് വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ബസ്സുകൾ, KSRTC ബസ്സുകൾ രാവിലെ കോൺവേ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിൽ സർവീസ് നടത്തിയത്. അതായത് ദീർഘദൂര സർവീസുകൾ പലതും തടയുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ചിറ്റാറ്, പന്തളം, തിരുവല്ല, അതുപോലെ തന്നെ അടൂർ എന്നിവിടങ്ങളിലാണ് രാവിലെ ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞത്. അടൂരിൽ ഇപ്പോഴും ബസ്സുകൾ കൃത്യമായി തടയുകയും ആ യാത്രക്കാരെ ബസ്സിൽ നിറക്കി ഇടുകയും പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് സമരാനുകൂലികൾ ഇപ്പോൾ അടൂരിൽ സജീവമായി നിൽക്കുന്നു. പോലീസ് ഇടപെട്ടാണ് പല ബസ്സുകളും കടത്തിവിടുന്നത്. പത്തനംതിട്ട നഗരത്തിലും സമാനമായ രീതിയിൽ ദീർഘദൂര സർവീസിൽ KSRTC ബസ്സിന് മുന്നിലും പ്രതിഷേധം സമരാനുകൂലികൾ എത്തി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പത്തനംതിട്ടയിലും സമരം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളൊക്കെ, അതായത് കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ചില കടകൾ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിലും ഹാജർ നില കുറവാണ്. പല ബാങ്കുകളും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളും സമരാനുകൂലികൾ രാവിലെ തന്നെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും, കോന്നി, പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സമരാനുകൂലികൾ വന്ന് കടകൾ അടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓഫീസുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സമാനമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ മാത്രം ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള കൂടി റിപ്പോർട്ടുകൾ തിരുവല്ല അടക്കമുള്ള മേഖലകളിൽ ഈ രോഗികളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇക്കാര്യം പരിഹരിച്ചുകൊണ്ട് അവരെ കടത്തിവിടുകയൊക്കെ ചെയ്ത്. അടൂരാണ് ഏറ്റവും കൂടുതൽ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടർന്ന് ഒരു വാഹനങ്ങളും കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. അത് പോലീസ് ഇടപെട്ടാണ് പിന്നീട് KSRTC ബസ്സുകളൊക്കെ സർവീസ് നടത്താനുള്ള ഒരു അനുമതി കൂടി നൽകിയിട്ടുള്ളത്. ദീർഘദൂര യാത്രക്കാർ വന്ന് വലയുന്നൊരു സാഹചര്യം അടൂരുണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ യാത്രക്കാരെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് അല്പം വാക്കേറ്റത്തിൽ കലാശിച്ചു. പിന്നെ അവരെ അവിടെ നിന്നും പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും സമരാനുകൂലികൾ ജില്ലയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തു. പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. വാഹനങ്ങൾ, അതായത് കാറ്, ജീപ്പ് അതുപോലുള്ള ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. കടകൾ ചിലയിടങ്ങളിൽ മാത്രം, ചില സ്ഥലങ്ങളിൽ മാത്രം കടകൾ തുറന്നിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലകളിൽ സാധാരണ രീതിയിലാണ്. പക്ഷേ അവിടെയും കടകൾ തുറന്ന സ്ഥലങ്ങളിൽ പോയി ഈ ദളിത് സംഘടനയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ ആ കടകൾ അടപ്പിക്കാനുള്ള നടപടികൾ തുടരുന്നു. എന്തായാലും മലയോര മേഖല അടക്കം ഹർത്താൽ സമ്പൂർണ്ണം എന്ന നിലയ്ക്കിലേക്ക് ആവുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ജില്ലയിൽ നഗരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ കടകൾ തുറന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആശുപത്രിയിലും ഈ രോഗികളുടെയൊക്കെ തിരക്ക് അല്പം കുറവാണ്. ഓഫീസിലും ഹാജർ നില കുറവാണ്. അത്തരത്തിൽ സമരം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമരം പുരോഗമിക്കുകയാണ്. അഭിലാഷേ, അതായത് പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.